ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് പിന്നാലെ CPI ഇടതുമുന്നണി വിടാനൊരുങ്ങുകയാണെന്ന അഭ്യൂഹം ശക്തമാകുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോൽവി മുന്നിൽ കണ്ടാണ് ഇടതുമുന്നണിയിൽ നിന്നും UDFിലേക്ക് ചേക്കേറാൻ CPI ഒരുങ്ങുന്നത്. തുടർഭരണത്തിന്റെ ആലസ്യത്തിൽ ഇടതുമുന്നണി ദുർബലമായെന്നും വരാനിരിക്കുന്ന വലിയ തോൽവിക്ക് മുമ്പേ LDF വിടണമെന്നും CPIയിലെ ചില നേതാക്കൾ ആവശ്യമുന്നയിച്ചു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ CPI കടുത്ത നിരാശയിലാണ്. തുടർച്ചയായി രണ്ടാം തവണയും കേരളത്തിൽ നിന്നും ഒരു CPI പ്രതിനിധിയെ പോലും ലോക്സഭയിലേക്ക് അയക്കാനായില്ല. രാജ്യസഭാ സീറ്റിനു വേണ്ടി CPMുമായി തർക്കിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാനത്തെ CPM നിലപാടാണ് തോൽവിക്ക് പ്രധാന കാരണമെന്നും CPI കരുതുന്നു. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പ്രധാന കക്ഷിക്കെതിരെ പരസ്യമായി പ്രതികരിക്കുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. എന്നാൽ എല്ലാ മുന്നണി മര്യാദയും ലംഘിച്ചുകൊണ്ടാണ് CPI CPMനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. ഇത് CPMൽ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. തോൽവിയുടെ ഭാരം CPMൽ അടിച്ചേൽപ്പിക്കാനാണ് CPIയുടെ ശ്രമമെന്നാണ് CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കണ്ണൂരിലെ CPMനുള്ളിലെ ആഭ്യന്തര പ്രശ്നത്തിൽ CPI ഇടപെട്ട രീതി മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ലെന്ന് CPM പറയുന്നു. CPMൽ നിന്നും പുറത്തുപോയ മനു തോമസിന്റെ ആരോപണം അതേ രീതിയിൽ ഏറ്റെടുക്കുകയാണ് CPI ചെയ്തിരിക്കുന്നത്. ചില നേതാക്കൾക്ക് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന ആരോപണം ശരിവെക്കുന്ന രീതിയിലായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചതെന്നതും ശ്രദ്ധേയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധോലോകവുമായി ബന്ധപ്പെടുന്നത് ജനങ്ങളിൽ നിന്നും അകലാൻ ഇടയാക്കുമെന്നും കണ്ണൂരിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ നല്ലതല്ലെന്നുമാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഇതോടെ CPM കടുത്ത പ്രതിരോധത്തിലാവുകയും ചെയ്തു. മുന്നണിയിലെ പ്രധാന കക്ഷിയാണ് CPMനെതിരെ ഈ രീതിയിൽ രംഗത്ത് വന്നത്. ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിന് പിന്നാലെ CPIയെ UDFിലേക്ക് ക്ഷണിച്ച് UDF കൺവീനർ MM ഹസനും രംഗത്തെത്തി. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വഴിമാറിയുള്ള CPM നേതൃത്വത്തിന്റെ സഞ്ചാരത്തിന് അണികളുടെ പിന്തുണയില്ലെന്നും ഇതിലുള്ള പ്രതിഷേധവും സ്വന്തം നേതാക്കളോടുള്ള അവിശ്വാസവും കാരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യാൻ CPM അണികൾ തീരുമാനിച്ചതെന്നും ഹസൻ പറയുകയുണ്ടായി. ഇടതുമുന്നണി തകർച്ചയിലാണെന്ന് ചൂണ്ടിക്കാട്ടി CPIയെ UDF കൺവീനർ ക്ഷണിക്കുമ്പോൾ അത് LDFിനകത്തുണ്ടാക്കുന്ന അസ്വാരസ്യം ചെറുതായിരിക്കില്ല. ഹസന്റെ ക്ഷണത്തിന് കൃത്യമായി മറുപടി പറയാതെ ബിനോയ് വിശ്വം ഒഴിഞ്ഞുമാറി എന്നതും ശ്രദ്ധേയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടരെയുണ്ടാകുന്ന തോൽവി CPIയുടെ വളർച്ചയ്ക്ക് വിഘാതമുണ്ടാക്കുന്നുണ്ട്. ഇതുകൂടി വിലയിരുത്തിയാകണം CPMനെതിരെ പരസ്യ വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയത് എന്ന് വേണം കരുതാൻ. മനു തോമസിന്റെ ആരോപണവും P ജയരാജന്റെ പ്രതിരോധവും CPMന്റെ ആഭ്യന്തര വിഷയമാണ്. പാർട്ടിയിൽ നിന്നും പുറത്തുപോയ ഒരു വ്യക്തി ഉന്നയിക്കുന്ന ആരോപണം CPI ഏറ്റെടുത്തത് ദുരുദ്ദേശത്തോടെയാണെന്ന് CPM കരുതുന്നു. CPIക്ക് വിഷയത്തിൽ പരസ്യമായ മറുപടി നൽകാൻ CPM തീരുമാനിച്ചാൽ കാര്യങ്ങൾ വരുതിയിൽ നിൽക്കില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചുവരാൻ കഴിയാത്ത വിധം മുന്നണിയുടെ തകർച്ചയിലേക്കാകും അത് നയിക്കുക. മനു തോമസ് വിഷയം UDFിനെ പിടിവള്ളിയാക്കാൻ CPI സഹായം നൽകിയെന്ന വികാരം CPMലുണ്ട്. ഇടതുമുന്നണിയുടെ കരുത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ CPI പ്രതികരിച്ചതും CPM ഗൗരവത്തോടെയാണ് കാണുന്നത്. എന്തുതന്നെയായാലും ഭരണതലത്തിൽ കാര്യമായ മുന്നേറ്റമുണ്ടായില്ലെങ്കിൽ ഇടതുമുന്നണിയിലെ അഭിപ്രായ വ്യത്യാസം മുന്നണിയുടെ തകർച്ചയ്ക്കും CPIയുടെ UDF ബാന്ധവത്തിനും ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.